എല്ലാ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അമേരിക്കയെയും ഇറാനെയും തമ്മിലടിപ്പിക്കുക. അതായത് ഈ ട്രംപ് വന്നതിന് ശേഷം ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ നിന്നും, ബൈഡൻ കൊണ്ടുവന്ന ആണവ കരാറിൽ നിന്നും ട്രംപ് പിന്മാറിയിരുന്നു. അപ്പോൾ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ ട്രംപിനെ കൊണ്ട് അടുപ്പിക്കാം. കാരണം ഇറാനെ ആക്രമിക്കുന്നതിന് അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രായേൽ വലിയൊരു കുഴപ്പത്തിലാവും. കാരണം ഇറാൻ്റെ തിരിച്ചാക്രമണം വന്നാൽ അത് തടയുന്നതിന് സ്വയം ശേഷിയില്ലാത്തൊരു രാജ്യമാണ്. ഇറാനെ പോലെയുള്ള ശക്തമായൊരു രാജ്യവുമായി യുദ്ധം നടത്തുമ്പോൾ അമേരിക്കയുടെ അനുഗ്രഹവും സംരക്ഷണവും ഇല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാകുമെന്ന് കൃത്യമായി ഇസ്രായേലിനും നെതന്യാഹുവിനും അറിയാം. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഇറാനെതിരെ യുദ്ധത്തിന് പോകാതെ അമേരിക്കയെ മുൻനിർത്തി അമേരിക്കയുടെ സഹായത്താൽ യുദ്ധം നടത്തുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഉദ്ദേശത്തോടുകൂടി ഈ മാസം ആദ്യം തന്നെ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയുണ്ടായി. പക്ഷേ ട്രംപ് ഇറാനുമായി ചർച്ച നടത്തുന്ന പാത തിരഞ്ഞെടുത്തിരിക്കുന്നു. ട്രംപിൻ്റെ മുമ്പിൽ രണ്ട് വഴിയാണ് ഉണ്ടായത്: ഇറാനുമായി ഒരു യുദ്ധം ഇസ്രായേലിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നടത്തുക, അല്ലെങ്കിൽ ചർച്ച നടത്തുക. ഏതായാലും ട്രംപ് സമാധാനത്തിൻ്റെ പാത മാസങ്ങൾ നീണ്ട ചർച്ചക്കൊടുവിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ട്രംപിനെയും അമേരിക്കയെ സംബന്ധിച്ച് ചിലവേറി ഈ ഒരു യുദ്ധം നടത്തുന്നതിനേക്കാൾ നല്ലത് ഇറാനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയത് അവിടെയാണ്. ട്രംപും ഇറാനും തമ്മിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുമ്പോൾ ഇസ്രായേൽ പടിക്ക് പുറത്താകുന്നൊരു സാഹചര്യമാണ്. എങ്ങനെയെങ്കിലും ഇറാനെതിരെ അമേരിക്കയെ തള്ളിവിട്ട് എന്തെങ്കിലും നടത്താമെന്ന് വിചാരിച്ച കണക്കുകൂട്ടൽ അവിടെ തെറ്റിയിരിക്കുകയാണ്. നെതന്യാഹു വളരെ നിരാശനായിട്ടാണ് അവിടെ നിന്ന് പോയത്. മാത്രമല്ല, ഇസ്രായേലിന് ഉയർന്ന ചുങ്കം ചുമത്തിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ. മറ്റു രാജ്യങ്ങൾക്ക് ഉയർത്തിയപ്പോൾ ഇസ്രായേലിനെതിരെ ഉയർത്തിയിരിക്കുന്നു. ഈ ചുങ്കം കുറക്കാനുള്ള നടപടികളുമായി ട്രംപുമായി നെതന്യാഹു ചർച്ച നടത്തിയെങ്കിലും അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിന് ശതകോടികളുടെ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഇനിയും സഹായങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അതും തള്ളിയിരിക്കുന്നു. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇറാനെ സ്വയം ആക്രമിക്കാനുള്ള കഴിവുമില്ല, അമേരിക്ക അതിന് തുനിയുന്നുമില്ല. ഹൂത്തികളുടെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഗസയിലെ യുദ്ധം സമ്പൂർണ്ണമായൊരു വിജയം ആകാനും കഴിഞ്ഞില്ല. ലോകത്തിൻ്റെ ഒറ്റപ്പെടുത്തൽ ഒരു വശത്ത് നിൽക്കുന്നു. ഏതായാലും വിജയത്തിനും തോൽവിയും ഇടയ്ക്കുള്ള ഒരു ഘട്ടത്തിൽ നാണം കെട്ട് ഇസ്രായേൽ നിൽക്കുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച അത് ക്രിയാത്മകമായി നടക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.